പടം ഇറങ്ങി, ഭയങ്കര പടമാണ് കേട്ടോ. ഒരു വയ്യാത്ത പട്ടി കയ്യാല ചാടി എന്ന് പറയുന്ന ഒരു പടം. വയ്യാത്ത പട്ടി കയ്യാല കയറുകയെന്ന് കേട്ടിട്ടില്ലേ? അത് തീമാക്കിക്കൊണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. സിനിമയുടെ പേരെന്ന് പറയുന്നത് തൂറുവെന്നോ മെഴുകുവെന്നോ അങ്ങനെ കണ്ട് പറഞ്ഞുണ്ട്. കയ്യാല കയറാന്ന് കേട്ടിട്ടില്ലേ? ആ, തൂറും മെഴുകും എന്നൊക്കെ പറഞ്ഞ എന്തൊരു പാടം. അങ്ങനത്തെ ഒരു പടം. അതായത് നല്ല തീമാന്നൊക്കെ പറയുന്ന എല്ലാരും. കാരണം വയ്യാത്ത പട്ടിയെ കയ്യാല ചാടിക്കുക, അതെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെന്ന് വെച്ചാൽ പഴഞ്ചൊല്ല് പോലെ എന്തോ ബന്ധമുണ്ട്. പഴയതാ മാത്രമല്ലോ ഈ വയ്യാത്ത പട്ടി കയ്യാല ചാടുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ ആൾക്കാർക്ക്. പട്ടിക്ക് നല്ല സുഖം ഉണ്ടാകുന്നപ്പോ നല്ലപോലെ ചാടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ വയ്യാത്ത പട്ടിക്ക് കയ്യാല കയറാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു വാചകത്തിനെയൊക്കെ അവര് തിരുത്തി കുറിക്കുകയാണ്. മനസ്സിലായി? തിരുത്തുകയാണ്. ഇപ്പൊ ചരിത്രം തിരുത്തുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, അങ്ങനൊന്നും ഇല്ല. വയ്യാത്ത പട്ടിയും കയ്യാല ചാടും എന്ന് നമ്മളെ കാണിച്ചു തരുന്ന എന്തോ ഒരു സിനിമ. എന്താണ് പടത്തിന് ആരാന്നറിയത്തില്ല, പക്ഷെ എന്തോ ചാടിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. തൂക്കിയിട്ട് പറപ്പിക്കുന്നൊന്നല്ല കേട്ടോ, റിയാലിറ്റിയില്ല. ഭയങ്കര ഒറിജിനൽ പട്ടിയാ ചാടിയേക്കുന്നത്. അല്ലാതെ ചുമ്മാ ഡമ്മി ഒന്നും അല്ല. മാത്രല്ല ഈ VFX അല്ല. ഏതോ വയ്യാത്തൊരു പട്ടിയെ കണ്ടെത്തി, എനിക്കൊന്ന് വഴിയിലൊക്കെ എങ്ങാണ്ട് റോഡിലെങ്ങാണ്ട് വണ്ടി ഇടിച്ച് കിടന്ന ഏതോ പട്ടിയാന്ന്. എന്നിട്ട് ആ പട്ടിയെ ചാടുമ്പോഴേ അതിനകത്തൊരു പ്രശ്നം എന്താ പറയാ, പട്ടിയെ കൊണ്ട് നമ്മള് പട്ടി കുത്തിവെപ്പെടുത്തുള്ളതാണോ നോക്കുന്നത്? പട്ടി എന്ന് പറയുമ്പോ വെറുതെ ഏതെങ്കിലും ഒരു പട്ടി എന്നുള്ള രീതിയിലല്ല ഇത്. ലാബ്രഡോർ തന്നെ വേണമെന്നുണ്ട്. കൊള്ളാവുന്ന ഒരു പട്ടിയാണെന്നാണ് ഇവിടെ ഉള്ള ഒരു വെപ്പ്. അതായത് ഇത് അറിയാവുന്ന പട്ടിയാണോ? അങ്ങനെയല്ല, ഈ പട്ടി ഇത് ഇന്ത്യൻ സ്ട്രേ ഡോഗാണ്. സ്ട്രേ ഡോഗാണോ? അല്ലല്ല, ഇത് ക്രോസാ. ക്രോസ് ബ്രീഡ് എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ക്രോസ് ആണോ? അല്ലടോ, ഇത് ഇന്ത്യൻ ആണ്. ഈ സാധനം വന്നിട്ട് ഇവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് മറ്റേതാന്നാ. ഹസ്കിയോ? ഹസ്കി ക്യൂട്ടാണല്ലേ? ഇവര് പറയുന്നത് ഹസ്കിയാന്നാ പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാര്. എനിക്ക് കണ്ടിട്ട് അതിനെ ഒരു ഇതുപോലെ തോന്നിയത്, സെന്റ് ബെർണാഡ് പോലെ. സെന്റ് ബെർണാഡും നാടൻപട്ടി ക്രോസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അല്ലല്ലോ, അല്ലല്ല. സെന്റ് ബെർണാഡിന് നാടൻപട്ടി ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അത് മനസ്സിലായോ? അതാണ് സംഭവം. അതെന്തോ പടമായിരുന്നു അല്ല, അങ്ങനെയൊക്കെ സിനിമ എടുക്കാവോ? ചരിത്രമാണത്, മലയാള സിനിമയുടെ ചരിത്രം. വയ്യാത്ത പട്ടി കയ്യാല ചാടുമ്പോൾ ചാടുമ്പോഴല്ല, അത് ഞാൻ മറ്റേ ന്യൂസിൽ അതല്ല അവരങ്ങനെ ഇടുമല്ലോ. ഇത് വയ്യാത്ത പട്ടി കയ്യാല ചാടി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതായിട്ട് ആരും അറിഞ്ഞില്ല. ആരോ പറയുന്നു അങ്ങനെ ഇറങ്ങിയെന്ന്. ഞങ്ങളാരും കണ്ടില്ല കേട്ടോ. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് ഓരോരുത്തർ പറയുവോ ഇവിടെയൊക്കെ നടന്ന് വയ്യാത്ത പട്ടി കയ്യാല കാടി അറിഞ്ഞില്ലേ? പക്ഷെ വേറെ വിഷയമുണ്ടോ, ഈ പടമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നമുണ്ട്. എന്താ? ഈ പടത്തിന്റെ തീം എന്താ കയ്യാല ചാടുന്നതല്ല, പിന്നെ വേറെന്തൊക്കെയോ വിഷയങ്ങളാണ്. ഈ പട്ടി ഇങ്ങനെ എന്തൊക്കെയോ തണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്തോ കഥയത് ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് ഇപ്പോഴത് ഓർമ്മ വന്നത്. അതിന് കഥ ലീക്കായോ? കഥ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾ പോയി കാണാന്നൊക്കെ എടുത്തോ. ഞാൻ പറഞ്ഞേട്ടാ, അപ്പൊ പട്ടി ഇങ്ങനെ തണ്ടി തിരിഞ്ഞ് നടക്കാനുള്ളൂ, ഇതിന് വേറെ പണിയൊന്നുമില്ല. വയ്യാത്ത പട്ടിയെ കുത്തിവെപ്പ് എടുക്കുന്ന സീനുണ്ടോ? കുത്തിവെപ്പ് എടുക്കുന്ന സീനില്ല. മൃഗ ഡോക്ടർ കൺസൾട്ട് അങ്ങനൊന്നും ഇല്ല. മൃഗാശുപത്രിയിൽ പോകുന്നില്ല, കാരണം പട്ടി ഇങ്ങനെ തണ്ടി തിരിഞ്ഞ് നടക്കണോ. അതിന് അങ്ങനത്തെ പറ്റില്ല, അങ്ങനത്തെ കഥയാണോ? ആരും എടുക്കുന്നില്ല. അതാ നല്ലത്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പക്ഷെ ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്ക്, അതൊക്കെ എത്രമാത്രം അല്ലേ. അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകര്, സംവിധായകൻ എന്ന് പറയുന്നത് ചെറിയ സംവിധായകനൊന്നും അല്ല. കാരണം എങ്ങനെ അത് ആ ഒരു ചിന്ത പറഞ്ഞെങ്കിൽ തന്നെ അല്ലേ. സിനിമ കണ്ടവര് പറഞ്ഞത് ഒരു ഭയങ്കരമായിട്ട് എംബാരസ്ഡ് ആയി പോയി. പട്ടി സ്നേഹികളൊക്കെ ഭയങ്കര എംബാരസ്ഡ് ആയി പോയി. ഡോഗ് ലവേഴ്സ് സിനിമ, ഇതുപോലൊരു സിനിമ ഡോഗ് ലവേഴ്സിനെല്ലാം ഇഷ്ടപ്പെട്ടു. ഡോഗ് ലവേഴ്സിനൊക്കെ ഇഷ്ടമായി. കഴിഞ്ഞ ദിവസം ഇവിടെ എഞ്ചിനീയർ ദാസ് ഒക്കെ കൂടെ എന്തോ ഫോറത്ത് മോളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രേ ഡോഗ്സിനെ അഡോപ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അവിടെയും പറയുന്നത് ഞങ്ങള് കേട്ട്.
വയ്യാത്ത പട്ടി കയ്യാലെ ചാടിയ സിനിമ കണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നോട് കുറച്ച് പേര്. അവരുടെ വിചാരം വിഷയമുണ്ടല്ലോ ഇത് സെൻ ബെർണാർഡാന്നാ കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എന്റെ അത് ഇവർക്ക് ഈ ബ്രീഡിനെ പറ്റി അറിയാത്തതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആരെ പറഞ്ഞു പറ്റിച്ചേക്കും. അപ്പൊ ഈ കഥയില് ഈ പട്ടി ഇങ്ങനെ തണ്ടി നടക്കുമ്പോൾ പട്ടിയുടെ കുടുംബകാര്യം അങ്ങനെയൊക്കെയാണ്, ഫാമിലി അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പട്ടിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കുടുംബം, കൂട്ടായ്മകൾ, ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്നു, സ്റ്റേഡിയം വഴി കിടന്നു, കുറച്ചടക്കുന്നു, അങ്ങനെ കുറെ അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പട്ടി ഏതോ ഒരു സമയത്ത് ഒരു കയ്യാലെ ഒന്ന് ചാടി. ഈ ചാടിയ രംഗം വെച്ചിട്ടാണ് ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. സിനിമയുടെ കഥ അതാണെന്നാ പറഞ്ഞത്. അല്ലടോ, അതല്ല ഞാനീ പറഞ്ഞത്. വേറെ കഥയുണ്ട്. കഥ വേറെയാണ്. അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ അറിഞ്ഞത് അല്ലല്ല, ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല. ഈ ഒരു പഴഞ്ചൊല്ല് നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ലേ? എത്ര പടങ്ങളുണ്ട് അങ്ങനത്തെ. ഒന്ന് പേരെടുത്ത് ആളറിയാം. അത് തന്നെ, ഓടരുതമ്മ ആളറിയാം, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, പിന്നെ ഏതാ എമ്പുരാൻ, അങ്ങനെയുള്ള അച്ഛൻ ഉറങ്ങാത്ത വീട്, അച്ഛന്റെ മോന്, അങ്ങനെയുണ്ടോ? വിനീത് ശ്രീനിവാസൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള സിനിമ വിനീത് ശ്രീനിവാസന്റെ സിനിമകളാണ്. അങ്ങനെയൊക്കെ അതൊക്കെ എന്താണ്, അത് പിടെ തീട്ട കേസ്. ഇത് അതല്ല, നമുക്ക് പട്ടിയിലേക്ക് വരാം. വയ്യാത്ത പട്ടി കയ്യാലെ ചാടുക എന്ന് പറയുന്ന ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പഴഞ്ചൊല്ലാണത്. വയ്യാത്ത പട്ടിക്ക് എന്താ കയ്യാലെ ചാടിയാല്? വയ്യാത്ത പട്ടി എന്ന് പറഞ്ഞാൽ എന്തുതരം വയ്യുള്ള പട്ടിയായിരിക്കണം. ശരിയാണ്. പട്ടിക്ക് സ്കിന്നിന് ഡിസീസ് ഉണ്ട്, ചെറിയൊരു തുമ്മലുള്ള ഒരു പട്ടിയാണ്. അല്ലാണ്ട് സ്കിന്നിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, അതും ഒരു വയ്യായികയാണ്. ആ പട്ടിക്ക് കയ്യാലാടാൻ പാടില്ല. ഇനിയിപ്പോ തുമ്മലുള്ള പട്ടിയാണെങ്കിൽ ചിലപ്പോൾ ചാടുമ്പോ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വളി പോകുമായിരിക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനൊന്നുമില്ല. അത് അല്ല, പിന്നെ വേണ്ട, പട്ടിക്ക് അമിതഭാരം, അതുകൊണ്ട് കയ്യാലെ ചാടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് ചാടിച്ചു. അപ്പോഴോ അമിതഭാരം ഉണ്ടെങ്കിലും പട്ടി ചാടും. അതൊക്കെയാണ് അതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് ആ ട്രെയിനറുടെ കഴിവാണ്. അത് ഒരിക്കലും അല്ലെങ്കിൽ ഈ പട്ടി വെറുതെ തെണ്ടി തിരിഞ്ഞ് നടന്നാലൊന്നും ചുമ്മാ കയ്യാലെ ചാടേണ്ട കാര്യമില്ല. അത് ട്രെയിൻ ചെയ്യിച്ചു, ഒരുപാട് ട്രെയിനിങ്ങിന് ശേഷമാണ് ചാടിയെന്ന് പറയുന്നതായിട്ട്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു പട്ടിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ നമ്മള് കയ്യാല ഉണ്ടെങ്കിലല്ലേ ചാടാൻ പറ്റുള്ളൂ. കയ്യാല സെറ്റ് ഇട്ടേക്കുമല്ലേ ഞാൻ പറഞ്ഞത്. കയ്യാല, അയ്യോ ഇപ്പൊ കയ്യാല ഇല്ല, ശരിയാണല്ലോ. കയ്യാല ഇല്ല. അപ്പൊ കയ്യാല ഉണ്ടെങ്കിലേ ചാടാൻ പറ്റുള്ളൂ. അപ്പൊ കയ്യാല സെറ്റ് ചെയ്ത് കൊടുത്ത് ചാടിച്ച് ആ ഒരു പേരുദോഷം പട്ടിയിൽ നിന്നും മാറ്റുക, അതായിരുന്നു സിനിമയുടെ ഉദ്ദേശം. നല്ല സിനിമയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വേണം നമുക്ക്. ഇങ്ങനെ കാലിക പ്രസക്ത സമൂഹ നന്മ, മൃഗസ്നേഹം, പെറ്റ് ലവേഴ്സ്, അത് തന്നെ. ഡോഗ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോഗ് ലവേഴ്സ്, നോ ആനിമൽസ് ആർ ഹാംഡ് ഇൻ ദിസ് ഫിലിം എന്നൊക്കെ എഴുതി വെച്ചു. ഹാമിങ് അല്ലല്ലോ ഈ വീഡിയോയിൽ. അതില്ല കേട്ടോ, ഇതില്ല ഒരിക്കലും. നമ്മള് പട്ടി സ്നേഹികളാണ്. എനിക്ക് പൂച്ചയാണ് കുറച്ചുകൂടി താല്പര്യം. എനിക്ക് പട്ടി ഇഷ്ടം. എനിക്ക് 4 പൂച്ചയുണ്ട്. എനിക്ക് 5 പട്ടിയുണ്ട്. എനിക്ക് 4 പൂച്ചയുണ്ട്. പക്ഷെ എന്റെ പട്ടി കയ്യാലെ ചാടത്തില്ല. അവിടെ കയ്യാലെ ഇല്ല. നമ്മൾ ആവശ്യമില്ലാതെ ഒരു പട്ടിയെ കൊണ്ട് നിന്നോ കയ്യാലെ. നമ്മൾ സിനിമ എടുക്കുന്നവരല്ലല്ലോ. അവിടെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെന്നാ. ഈ പട്ടിയുണ്ടല്ലോ, ഇത് ട്രെയിൻ ചെയ്യിച്ച് കുറെ നാള് ട്രെയിൻ ചെയ്യിച്ചെന്ന് ചാടാൻ. കാരണം പട്ടിക്ക് ചാടാൻ താല്പര്യമില്ല. മനസ്സിലായോ? താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ചാടാൻ താല്പര്യമില്ലാത്ത പട്ടിയെ കൊണ്ട് ചാടിച്ചു. അല്ലല്ല, താല്പര്യമുണ്ട്, അത് പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പോ ചാടാൻ താല്പര്യമില്ലാത്തൊരു പട്ടിയെ കൊണ്ട് ചാടിച്ചതാണെങ്കിൽ അതിനകത്തൊരു ഈ ഹ്യൂമൻ പട്ടികളുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശ ലംഘനം നടന്നു. ഇല്ല, അങ്ങനെയല്ല. പട്ടിക്ക് ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറെ നാളായിട്ട് ആരും ചാടിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പട്ടിയെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ചാടണമെന്ന് ആഗ്രഹമുള്ള ഒരു പട്ടി തന്നെയാണ്. അപ്പൊ ആ പട്ടിയെ ചാടിക്കുമ്പോൾ പട്ടിക്കൊരു സന്തോഷം വരും. പക്ഷെ ആദ്യം പെട്ടെന്ന് ചാടാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് നാളത്തെ പ്രയത്നം, ഒരുപാട് കഷ്ടപ്പാട്, അങ്ങനെയൊക്കെ ഒരുപാട് സഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡ്യൂപ്പില്ലാതെയാ പട്ടി ചാടിയത്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ സീൻസിൽ ചില ഡ്യൂപ്പ് പട്ടികൾ ചാടും. മനസ്സിലായോ? ഇവിടെ അങ്ങനെയല്ല. വയ്യാത്ത പട്ടി തന്നെ കയ്യാലെ ചാടി. അത് ഭയങ്കരമായി പോയി. ഇതൊന്നും നടക്കത്തില്ലെന്നായിരുന്നു ഇവിടെ പലരുടെയും വിചാരം. മനസ്സിലായോ? അതിനെയൊക്കെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു എഫേർട്ട്. അതിന്റെ ആ പിന്നിൽ ആ പ്രവർത്തകർ, ഡോഗ് ട്രെയിനർ, ഡയറക്ടർ, വെറ്റിനറി ഡോക്ടർ, അതുപോലെ തന്നെ മറ്റേ ഈ പറഞ്ഞ പോലെ പെഡിഗ്രിയുടെ കമ്പനിയുടെ കുറച്ച് ആൾക്കാർ, സ്പോൺസേഴ്സ്, റൂള്, അങ്ങനെയുള്ള പല കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എല്ലാം കൂടെ ആയപ്പോ ഉണ്ടല്ലോ, അതൊരു വൻ
ഒരു വിജയം തന്നെ. പക്ഷെ എന്ത് ഞാൻ കണ്ടില്ല, ഞാൻ ഡോഗ് ലവറാണ്, പക്ഷെ എനിക്ക് പടം കാണാൻ പറ്റിയില്ല. ഞാനിപ്പോ എനിക്ക് അതുകൊണ്ട് സമയം കിട്ടില്ല. എന്റെ വീട്ടിലും പട്ടിയുണ്ട്. അതിന്റെ പേരെന്തോട്? കൃഷ്ണമൂർത്തി എന്നാണ് അതിന്റെ പേര്. കൃഷ്ണമൂർത്തി. പട്ടിയുടെ പേരാ കൃഷ്ണമൂർത്തി. അങ്ങനെ വയ്യാത്ത പട്ടി കയ്യാലെ ചാടുന്നു എന്ന പടം ഞങ്ങൾ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. അതിന്റെ റിവ്യൂ പറയാം. എവിടെയാണെന്ന് അറിയത്തില്ല, ഏത് തിയേറ്ററിലാണെന്ന് അറിയത്തില്ല. വളരെ രഹസ്യമായിട്ടാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി പടം കാണാം. പടം കണ്ട് പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് കമന്റിൽ രേഖപ്പെടുത്താം. ഇവിടെ പറയാം. അതാണ് അതിന്റെ. പോയി കണ്ടിട്ട് ഇവിടെ വന്ന് പറയണം. ഇത് വളരെ എന്താ പറയണ്ടേ, വ്യത്യസ്തമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സ്വാഭാവികമായ വളരെ അസംഭവ്യമായ വളരെ സ്വാഭാവികമായ ഒരു സിനിമയാണ്. അസംഭവ്യമായ സ്വാഭാവികമായ പരന്തു അതാണ് സിനിമ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. കിന്തു പരന്തു. കിന്തു ഉണ്ട്. കിന്തു ക്യൂങ്കി ഉണ്ട്. ക്യൂങ്കി നല്ല സാധനല്ലേ? ക്യൂങ്കി സൂപ്പർ. ക്യൂങ്കി ക്യൂട്ടാ. ബൗബു അല്ല എന്താ അല്ലേ? പക്ഷെ ഡോഗ് ലവേഴ്സിനെ എനിക്ക് ഇഷ്ടപ്പെട്ട. എനിക്ക് അങ്ങനെ ഡോഗ്സിനോട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാറ്റിന്റെ ആളാണ്. പൂച്ചകളോട് എനിക്ക് ഇഷ്ടം. 4 പൂച്ചയുണ്ട്. 4 1 2 3 4 cats. You have 4 cats. 2 3 I have 5 dogs. So I'm a dog lover. You are a cat lover. Yeah, I'm a cat lover. I think you are a pussy lover. Yeah. I don't like pussy. I like dogs. Okay. I also like cows. I like cow dung. So you don't like pussy? No, I don't like. Nobody's gonna believe you. No, I don't know. I have never, I've been never in the love of pussy. You never liked the pussy? No. Okay. Never before on earth. In the life. All together. So അപ്പൊ നിങ്ങളെല്ലാരും സിനിമ കാണണം. ഇംഗ്ലീഷ് വീഡിയോ ഒരെണ്ണം ചെയ്യണം. ഒരുപാട് പേര് maybe this dog lover cinema film about this dog lover film we have to tell all over the world. All film lovers have to see. Must watch this movie. Everybody needs. The topic is like dog vayata dog, deceased dog jumping the kayyal kumbh mel yeah. അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അയ്യോ.